ഒരു രാജ്യത്തെ അല്ലെ ഒരു നാട്ടിലെ ഒരു സ്റ്റേറ്റിലെ ഭരണാധികാരി തിന്മയുള്ള മനുഷ്യരാണെങ്കിൽ ആ ജനങ്ങളെ സേവിക്കുവാനായിട്ട് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പോകുന്ന ആളെ ജനങ്ങളെ ദ്രോഹിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ തിന്മ ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ബാധിക്കും. ആ നാട്ടിലെ ആ രാജ്യത്തെ ആ സ്റ്റേറ്റിലെ ജനങ്ങൾ മുഴുവൻ വേദനയിൽ കഷ്ടപ്പാടിൽ കഴിയേണ്ടി വരും. അവരുടെ പൊതു നന്മയ്ക്കായിട്ട് അവർ കൊടുക്കുന്ന പണം ആ ഏകാധിപതികളായ ഭരണാധികാരികൾ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി സ്വന്തം മോഷ്ടിച്ചെടുത്ത് അവരുടെ സ്വന്തം കീശ നിറയ്ക്കും. ജനം കഷ്ടപ്പാടിലാകും. ഒരു ഉദാഹരണം പറയാം. ഉത്തര കൊറിയയിലെ ജനങ്ങൾ ഒരു ദുഷ്ടരായ ഭരണാധികാരികൾ മൂലം ആ ജനം എത്ര ഭീകരാവസ്ഥയിലാണ് അവിടെ കഴിയുന്നത്. യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ അതിഭീകരാവസ്ഥ. ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഉത്തര കൊറിയ മാത്രമല്ല, ഇത് ഏറിയും കുറഞ്ഞും പല നാടുകളിലും അപ്പോൾ ഒരു മനുഷ്യൻ്റെ തിന്മ അവനെ മാത്രമല്ല ആ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകളെയും അതിൻ്റെ ദോഷം ബാധിക്കും. മാതാപിതാക്കളുടെ തിന്മ മക്കളെ ബാധിക്കും. ചില ആളുകൾ പറയും കുട്ടികൾ എന്ത് പാപം ചെയ്തിട്ടാണെന്ന്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരിയായ അമ്മ തൻ്റെ 3 വയസ്സുള്ള മകളെ അരയിൽ ബലമായി കെട്ടിവെച്ചുകൊണ്ട് പുഴയിൽ ചാടി മരിച്ചു. ആ കുട്ടി എന്ത് ചെയ്തിട്ടാണ്? ആ അമ്മയുടെ പാപം ആ കുഞ്ഞിൻ്റെ ജീവൻ അപായപ്പെടുത്തി. ഈ റോഡിൽ എന്തുമാത്രം അപകടങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ടാണ്? മറ്റുള്ളവൻ്റെ ജീവൻ വിലയുള്ളതാണെന്ന് കരുതി സൂക്ഷിച്ചോടിച്ചാൽ ഒരപകടം പോലും ഈ റോട്ടിലുണ്ടാകുകയില്ല. മറിച്ച് ഈ ഓടിക്കുന്ന ആളുകളുടെ ദുഷ്ടത, അവരുടെ തിന്മ മൂലം നിഷ്കളങ്കമായ ജീവിതങ്ങൾ റോഡിൽ തകർക്കപ്പെടുന്നു. അപ്പോൾ വേറൊരുത്തിൻ്റെ പാപമാണ് മറ്റുള്ളവനെ ദുഃഖത്തിലാഴ്ത്തുന്നത്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പാപമെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നിയമപ്രകാരം അഥവാ രാജ്യത്തിൻ്റെ നിയമപ്രകാരം കുറ്റകൃത്യം എന്ന് പറയാം. ചില ആളുകൾ പറയും പാപം എന്നൊന്നില്ല എന്ന്. പാപവും അഥവാ കുറ്റകൃത്യങ്ങൾ അഥവാ ദുഷ്ടപ്രവർത്തികൾ, തിന്മകളില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എല്ലാ രാജ്യത്തും കുറ്റവും ശിക്ഷയും വെച്ചിരിക്കുന്നത് എന്തിനാ? എല്ലാം ശരിയാണെങ്കിൽ പിന്നെ ശിക്ഷ എന്തിനാ? ഓരോരുത്തൻ ചെയ്യുന്ന കുറ്റകൃത്യം മറ്റവനെ ബാധിക്കുന്നതുകൊണ്ടാണ് നിയമങ്ങൾ വച്ചിരിക്കുന്നത്, ശിക്ഷ വച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യനറിയാം കുറ്റമുണ്ടെങ്കിൽ കുറ്റം മാത്രം ശിക്ഷയില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാനൊക്കെയില്ല. അനീതിയുള്ള ഭരണാധികാരികൾ കുറ്റത്തിന് ശിക്ഷിക്കുകയല്ല, നീതി നടപ്പാക്കുകയില്ല. മറിച്ച് കുറ്റകൃത്യങ്ങളെ അവരുടെയൊക്കെ നേട്ടത്തിനായിട്ട് കൈക്കൂലിക്കായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയുള്ള നാടുകളിൽ നീതി പുലരുകയില്ല, അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. ഒരു മാതൃകാപരമായ ഒരു രാജ്യമാണ് സിംഗപ്പൂർ. ഇന്ത്യ ഉണ്ടായതിന് ശേഷം രൂപീകരിക്കപ്പെട്ട സ്വതന്ത്രമായ ഒരു രാജ്യമാണ്. വളരെ ചെറിയൊരു രാജ്യമാണ്. എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായി വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഏറ്റവും പ്രധാന കാര്യം അവിടെ കർശനമായ നീതിന്യായ വ്യവസ്ഥയും കുറ്റകൃത്യങ്ങളില്ലാത്ത ഒരു നിയമ നടപടികളും. ഒരു കുറ്റകൃത്യം ചെയ്താൽ ചിലപ്പോൾ 1-2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിനകമൊക്കെ ശിക്ഷ നടപ്പാക്കുന്നു. അപ്പോൾ ജനത്തിന് ഭയമുണ്ടാവുന്നു. എന്തുകൊണ്ടാണ് അത് നടപ്പാക്കുന്നത്? നീതിബോധമുള്ള ഭരണാധികാരികളുള്ളതുകൊണ്ടാണ്. നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യർ ഭരണത്തിലിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ പാപമാണ് ദുഃഖത്തിന് കാരണം. ഈ പാപം, ദുഷ്ടത ദൈവം ശിക്ഷിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ദുഷ്ടത, അവന് ദൈവം ഈ ലോകത്തിൽ ദുഃഖങ്ങൾ കാരണം ഒരു മനുഷ്യൻ്റെ ദുഷ്ടതയാണ്. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ദൈവത്തിൻ്റെ ഒറിജിനൽ പദ്ധതിയിലുണ്ടായിരുന്നതല്ല പാപം. അഥവാ ഈ ദുഃഖവും മരണവും രോഗവും ഒന്നും.
ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ വേദനയും ദുഃഖവും ഒന്നുമില്ലായിരുന്നു. എന്നാൽ മനുഷ്യനെ വിലക്കിയിരുന്ന ഒരു കാര്യം അവൻ സ്വയം ഏറ്റെടുത്ത് അവൻ ചെയ്തു. നന്മ തിന്മയും തിരിച്ചറിയണമെന്നുള്ള നിർബന്ധ ബുദ്ധി അവനെ നന്മയും തിന്മയും തിരിച്ചറിയുന്നപ്പോൾ അവൻ ആ തിന്മ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. അതോടെ ലോകത്തിൽ ശാപവും ദുഃഖവും ഉണ്ടായി. ഈ പാപത്തിന് പരിഹാരം വരാതെ ഈ നമ്മുടെ ദുഃഖത്തിന് പരിഹാരം വരികയില്ല. അപ്പോൾ പാപമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ വിഷയം. കുറ്റകൃത്യങ്ങളാണ് മനുഷ്യൻ്റെ പ്രശ്നം. അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്യാൻ ആദ്യ മനുഷ്യനെ തന്നെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ച പിന്നിൽ പ്രവർത്തിച്ച ഒരു പിശാചെന്ന് പറയുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ് നമ്മെ ഇന്നും മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പിശാചെന്ന് പറയുന്ന ദുഷ്ടശക്തി തന്നെയാണ്. അതാണ് ആദ്യ മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചതും അതാണ് ഇന്നും മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ ഉദ്ദേശം മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം യേശുക്രിസ്തു പറഞ്ഞു, പിശാച് അഥവാ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ യേശു വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ തരുവാനുമാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ ഫലം ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കുക മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പിശാചിൻ്റെ ഉദ്ദേശം ദൈവത്തിനെതിരെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിച്ച് അവനെക്കുറിച്ചുള്ള പദ്ധതി നശിപ്പിച്ച് അവനെ പാപം ജയിച്ച് പിശാചിനെ പോലെ ശിക്ഷയ്ക്ക് നിത്യ നരക ശിക്ഷയ്ക്ക് ഇരയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിശാച് ബാധിച്ച മനുഷ്യൻ മറ്റു മനുഷ്യരെ കൊല്ലുന്നു, നശിപ്പിക്കുന്നു, അവനെ മോഷ്ടിക്കുന്നു. അപ്പോൾ മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, ഇതാണ് പിശാചിൻ്റെ പദ്ധതി. അപ്പോൾ ഈ പിശാചാണ് നമ്മളുടെ സമാധാനം എടുത്തു കളയുന്നത്. പാപം ജയിച്ച് നമ്മുടെ സമാധാനം എടുത്തു കളയുന്നു. പിശാച് നമ്മുടെ ഉറക്കം എടുത്തു കളയുന്നു. പിശാച് നമ്മളെ മനോരോഗിയാക്കുന്നു. പിശാച് നമ്മെ ശാരീരിക രോഗിയാക്കുന്നു. എല്ലാ ദോഷങ്ങളും പിശാചിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ ഇത് പാപത്തിലൂടെയാണ് നമ്മളിലേക്ക് പിശാചിന് സ്വാധീനമുണ്ടാകുന്നത്. അപ്പോൾ പരിഹാരം അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി വന്ന് ഈ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട്, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് കളഞ്ഞിട്ട് മനുഷ്യനെ സ്വതന്ത്രനാക്കുവാനായിട്ട്, തൻ്റെ പുത്രന്മാരായ മനുഷ്യരെ സ്വതന്ത്രമാക്കുവാൻ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് നമ്മെ പിശാചിനെ കാൽവരി കുരിശിൽ തോൽപ്പിച്ച് നമ്മെ രക്ഷിക്കുവാനായി ദൈവം തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞു. യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാനുള്ള പദ്ധതി പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ നാം യേശുവിനെ സ്വീകരിച്ചാൽ നമുക്ക് ഇന്ന് വരെയും ചെയ്ത പാപത്തിൽ നിന്ന് ക്ഷമ കിട്ടും. നമ്മെ ദൈവപുത്രരെന്ന സ്ഥാനത്തേക്ക് ദൈവം മടക്കിയെടുക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പർദീസ നമുക്ക് തിരികെ നൽകും. സ്വർഗീയ സൗഭാഗ്യം നമുക്ക് തിരികെ നൽകും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഉറക്കവും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ നൽകും. സമാധാനം ദൈവം തിരികെ നൽകും. കാരണം യേശു വന്ന് നമുക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. എവിടെയാണോ സാത്താൻ നമ്മളെ തകർത്തത് അവിടെ യേശു നമ്മളെ പുതുക്കിപ്പെടുന്നത് പുതിയ ജീവിതം, പുതിയ ആരോഗ്യം, പുതിയ സമാധാനം നിങ്ങൾക്ക് തരും. യേശു പാപങ്ങൾ ക്ഷമിക്കുകയും രോഗങ്ങൾ സൗഖ്യമാക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സകല മനുഷ്യൻ്റെ രക്ഷയ്ക്കായി വന്ന ഏക രക്ഷകനായ ക്രിസ്തു ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചാൽ യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്നിട്ട് പാപത്തെക്കുറിച്ച് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം തരികയും തിരിച്ചറിവ് തരികയും സുബോധം തരികയും നിങ്ങളെ നശിപ്പിക്കുന്ന പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു മനസ്സ് മാറി മാനസാന്തരം ഉണ്ടായി നിങ്ങൾക്ക് ദോഷകരമായ ആ ചിന്താഗതിയും പ്രവർത്തന രീതിയും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നന്മയുള്ള സമാധാനമുണ്ടാകുന്ന ആരോഗ്യമുണ്ടാകുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉള്ള താല്പര്യം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സമാധാനമുണ്ടാകും. പാപം നമ്മെ നശിപ്പിക്കും, കൊല്ലും. പാപത്തിൻ്റെ ശമ്പളം വരണം. ഈ ലോകത്തിൽ പോലും തെറ്റ് ചെയ്യുന്ന കുറ്റകൃത്യം ചെയ്യുന്നവർ ജയിലിലും തടവറയിലും പലരും അതുമൂലം
ശിക്ഷയുടെ ഭാഗമായി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. കാരണം പാപം അത്ര ദോഷകരമാണെന്ന് ലോകത്തിലെ ഭരണകൂടങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരും. ഈ സന്തോഷ വാർത്ത എല്ലാ മനുഷ്യരോടും പറയുവാനാണ് ദൈവം യേശു തൻ്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം എല്ലാവരും ഇത് അറിഞ്ഞെങ്കിലേ അവർ ഈ രക്ഷ പ്രാപിക്കുവാനും അനുഗ്രഹം പ്രാപിക്കാനും ഇടയാകുകയുള്ളൂ. അതുകൊണ്ട് യേശു നിങ്ങളെ സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങൾക്ക് സമാധാനം നൽകാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ ശാരീരിക രോഗത്തെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങൾക്കൊരു പുതിയ ജീവിതവും പ്രത്യാശയും നൽകാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അതിന് നിങ്ങൾ പള്ളിയിലോ ഒരിടത്തും പോകണ്ട, ഒരു പ്രതിമയും വണങ്ങണ്ട. യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ മതി. യേശുവിൻ്റെ നാമം നിങ്ങൾ എവിടെ ഇരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് അപേക്ഷിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന, ഹൃദയത്തിൻ്റെ ആഗ്രഹം കേൾക്കുന്ന ദൈവം നിങ്ങളെ രക്ഷിക്കും. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. ആ രക്ഷ നിങ്ങൾ കരഗതമാക്കുവാൻ ഇടയാകട്ടെ. തുടർന്ന് നിങ്ങൾ സത്യം അറിയുവാനായിട്ട് യേശുവിൻ്റെ വചനമായ ബൈബിൾ വായിച്ചാൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും.